നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു അധ്യാപകൻ കുട്ടിയെ പരസ്യമായി പുഴുത്ത പട്ടി എന്ന് വിളിക്കുക, അതും ഒരു കോളേജ് വിദ്യാർത്ഥിയെ മറ്റ് വിദ്യാർത്ഥികൾ കേൾക്കെയാണ് ഇങ്ങനെ വിളിച്ചത്. ഇത് ഒരു 1/4 നൂറ്റാണ്ട് മുമ്പാണ് സംഭവിച്ചതെങ്കിലോ ഉറപ്പായും കേട്ടുനിന്ന കുട്ടികളിൽ ഏതെങ്കിലും ഒരാൾ ആ അധ്യാപകൻ്റെ കരണം അടിച്ചു പുകച്ചേനെ. ആ അധ്യാപകനെ കോളേജിൽ നിന്ന് പുറത്താക്കാതെ വിദ്യാർത്ഥി സംഘടനകൾ അടങ്ങുമായിരുന്നില്ല. അക്രമം ഒന്നിനും പരിഹാരമല്ല, അക്രമത്തിൻ്റെ വഴി ശരിയുമല്ല. പക്ഷേ സ്വാശ്രയ കോളേജുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കും മുമ്പ് എല്ലാ ക്യാമ്പസുകളിലും ഒരുപോലെ വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിരുന്നൊരു കാലത്ത് വിദ്യാർത്ഥികൾ ഇത്തരം അനീതി കണ്ട് നിസ്സംഗരായി നിൽക്കില്ലായിരുന്നു. അപമാനിതനായി നിൽക്കേണ്ടി വന്ന ആ കുട്ടിയെ ചേർത്തു നിർത്തി അവർ അതിശക്തമായി തന്നെ പ്രതിഷേധിച്ചേനെ. പുതിയ കാലത്തെ കുട്ടികൾക്കും അതിന് കഴിയും, അല്ലെങ്കിൽ അതിന് കഴിയണം. ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ശരീരപ്രകൃതിയുടെ പേരിൽ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന അധ്യാപകരെ പിരിച്ചുവിട്ട ജയിലിലടയ്ക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. ആത്മഹത്യ ചെയ്ത നിതിൻ രാജ് ലോൺ ആപ്പിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച കാരണങ്ങളിലൊന്ന് അതാണെന്ന് ഇനി കരുതിയാൽ തന്നെ അധ്യാപകൻ നടത്തിയ അതിക്രൂരമായ ജാതീയ അധിക്ഷേപത്തിന് അതിലും വലിയ ക്രൂരതയാണ്. നിരന്തരമായ ജാതി അധിക്ഷേപത്താൽ അത്രത്തോളം തകർന്നിട്ടുണ്ടാവും ആ പാവം കുട്ടി. അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ അധ്യാപകരെ ഒഴിഞ്ഞു മാറാനാവില്ല. ഇത്തരം ജാതി വെറിയന്മാരെ തൂത്തെറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് പുരോഗമന കേരളം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ പുറത്തു വരുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ ഈ സ്വാശ്രയ കോളേജിലെ അധ്യാപകൻ നിരന്തരമായി കുട്ടികളെ നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുട്ടിയുടെ അച്ഛൻ്റെ എത്ര രൂപ ശമ്പളമുള്ള ആളാണെന്നൊരു കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ മകനോട് ചോദിക്കുമ്പോൾ ആ ക്ലാസ്സിൽ വെച്ചുണ്ടാകാവുന്ന നാണക്കേടിൻ്റെ ആഴം, ഇങ്ങനെയൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അത്തരം ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ക്യാമ്പസുകളിലൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ഇതൊക്കെ നമ്പർ 1 കേരളത്തിലല്ലേ സാർ സംഭവിക്കുന്നത്? ഇവിടെ ആയതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ സാറ് ക്ഷമിക്കണം. ഈ ജ്യേഷ്ഠയായ അധ്യാപകനെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ ആരാ ഇവരൊക്കെ? ഇവർക്കൊക്കെ മനുഷ്യനല്ലേ? ഇവർക്കൊക്കെ രക്തം ചുവന്ന കളറല്ലേ? ഇവരൊക്കെ മനുഷ്യന്റെ രൂപം ഒന്നല്ലേ? ഈ കഴുതകളൊക്കെ എവിടുന്ന് വന്നതാണ്? പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഇത് UP-യിലാണെങ്കിൽ ഇവിടെ കോലാഹലമായിരുന്നു. രോഹിത് വെമുല, എന്താ പ്രശ്നം രാജ്യത്ത് നടന്നത്? എന്തേ കേരളത്തിൽ കത്താത്തത്? സാറേ, ഈ ജാതി മൃഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നാണ് എന്റെ അഭിപ്രായം. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ എന്ത് കാത്തിരിക്കുക? അവനെല്ലാം കൈകാര്യം ചെയ്തു കൊള്ളണമെന്നാണ് എന്റെ അഭിപ്രായം. അക്രമം ഒന്നിനും ശാശ്വതമല്ല. ഞാൻ ഇത്ര അസഭ്യമായ ഭാഷ ഒരിക്കലും ഉപയോഗിക്കില്ല. ഈ കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു രക്ഷിതാക്കൾ എത്ര പ്രതീക്ഷയില്ല ഒരു കുട്ടിയെ ഒരു വിദ്യാഭ്യാസത്തിന് അയക്കുക. എവിടുന്നൊക്കെ കടവും കാര്യങ്ങളും ആക്കിയിട്ടാണ് അയക്കുന്നത്. ഈ കൈതകൾക്കൊന്നും ബുദ്ധിയില്ലേ? ഇവർക്കൊക്കെ മാസാമാസം ശമ്പളം കൊടുക്കുന്നതിന് പകരം ഇവരെയൊക്കെ കൽത്തുറങ്ങൾ അടക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് വളരെ ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നത്. സിദ്ധാർത്ഥനെ നോക്കൂ, ഇനിയിപ്പോ വരുവാൻ പോലെ ഗവൺമെന്റ് ഇതേ ഗവൺമെന്റ് തന്നെയാ. ഇതിനെതിരായിട്ട് ഒരു നടപടി എടുക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഒരു ക്യാമ്പസിലെ അധ്യാപകർ ഇങ്ങനെ അവരുടെ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കില്ല, നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടിമകളെ പോലെ കുട്ടികളെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ യഥാർത്ഥത്തിൽ ഗതികെട്ട് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് ഇപ്പോൾ പൊട്ടിത്തകർന്ന കുട്ടികളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്. ഈ അധ്യാപകൻ എത്രയോ കാലം കുട്ടികളെ അവരുടെ നിറം നോക്കി ബ്ലാക്ക് എന്നും വൈറ്റ് എന്നും വിളിച്ചിരുന്നു. അവരുടെ അച്ഛൻ്റെ ജോലി എന്താണ്, ജോലിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുമെന്നൊക്കെ കുട്ടികളോട് ചോദിച്ചിരുന്നു. അവരെ ജാതീയമായി അധിക്ഷേപിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാറേ. പിന്നെ അതായത് ഈ എക്സ്പീരിയൻസ് ഉള്ള മാഷന്മാരല്ലേ ഇപ്പം വന്ന കുട്ടികൾ ചിലപ്പോൾ റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ട് ചല്ല കുട്ടികളല്ലേ. കുട്ടികളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനത്തെ ഇയാൾക്കും മക്കളൊന്നുമില്ലേ, ഈ സ്ത്രീക്കും ഇല്ലേ,
ഈ കുട്ടി മാനസികമായിട്ട്, അതായത് മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ എത്തി കുട്ടി അങ്ങേയറ്റം മാനസികമായിട്ട് ഒരാൾ മരണത്തിലേക്ക്, സൂയിസൈഡിലേക്ക് പോകുന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതായത് മെന്റലി ആകെ അപ്സെറ്റ് ആയാൽ ആ കുട്ടികൾ സൂയിസൈഡിലേക്ക് പോകും. പിന്നെ കുട്ടി സാമ്പത്തികമായിട്ടും പ്രതിസന്ധി ഉണ്ട്, പിന്നെ ആപ്പെന്ന് പൈസ എടുത്തെന്ന് പറയുന്നുണ്ട്, അത് സാമ്പത്തികം പ്രതിസന്ധി. അതെല്ലാം കൊണ്ട് കുട്ടിയോട് അറ്റാക്ക് ചെയ്യുമ്പോൾ കുട്ടിയോട് അന്ന് ഇടിയറ്റ് തന്നെ കുട്ടി സെയിം ചെയ്യൂന്ന് പറയാണ്ടിരിക്കുക. ചവിട്ടിയെ കടിക്കാതെ പാമ്പുണ്ടാ, ചേര വരെ അണപൊട്ടിയെ കടിക്കൂലേ? അതുമല്ല സാറേ, ഈ ഇങ്ങനെയുള്ള, അതായത് പിന്നെ ഒന്നാമത് ഈ റെസ്പെക്റ്റും അല്ല, പിന്നെ വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ ഗോഡ് പുറമെ എന്നുള്ള ഈ പേരാന്തന്മാരെ പഠിപ്പിച്ചു വെക്കണം. സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്, കുറേ ഉണ്ട്. ഇപ്പൊ യുദ്ധം തന്നെ നടക്കുന്ന കണ്ടില്ലേ, ഈ ഉന്നതത്തിലെത്തിയ പിന്നെ ഉള്ള അവരല്ലേ ഈ യുദ്ധത്തിന് പ്രചോദനം കൊടുക്കുന്നത്. ബാക്കിയിൽ നിരപരാധിയല്ല, എത്രയാ തത്തൊടുക്കുന്നത്. ഇപ്പതാ കേസിൽ ഇത് എന്തെല്ലാം ആപത്ത്. അതേപോലെ ഈ പേരാന്തന്മാർ പിന്നെ പിടിച്ചിട്ട് പിന്നെ ഇതില് ജയിലിലിടണം. എനിക്ക് വേദനയായി. ഞാൻ ടി വി കാണുമ്പോ അപ്പാട് ഓഫാക്കി കളയാണ്, എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശ്രീ ശരത്താണ് ബാലരാമപുരത്തൊന്നും. ശ്രീ ശരത്ത്, നമ്മുടെ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ അധ്യാപകർ ഒരുമാതിരി ഗുണ്ടകളെ പോലെ, ജാതി വെറിയന്മാരെ പോലെയൊക്കെ പെരുമാറുന്നവരുണ്ട്. അവരിങ്ങനെ കാലങ്ങളായി അവിടെയൊക്കെ പരാതി വന്നിട്ട് പോലും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ ആദ്യം ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇതേപോലെ കേട്ടിട്ടുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ, വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള പ്രശ്നങ്ങളല്ല. ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് പേരും അഡ്രസ്സും മാത്രമല്ല, ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ മതം, അത് തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് ഒരു സർട്ടിഫിക്കറ്റ് പോലും നിർമ്മിക്കുന്നത്. അത് ഇഷ്ടം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് അതിനെ കൂടുതൽ അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു പക്ഷേ ഇപ്പൊ ഈ അടുത്ത കുറച്ചാൾ മുമ്പ് കേട്ടൊരു സംഭവമാണ്. ഒരു താഴ്ന്ന കുലത്തിലുള്ള ഒരു പയ്യൻ ഉയർന്ന മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ അതിന്റെ ആ ഒരു വിഷയത്തിൽ തന്നെ പിന്നെ ആക്രമണം ഉണ്ടാവുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയും നടന്ന സംഭവം. നമ്മൾ ഇത് കേരളത്തിനകത്ത് നടന്ന സംഭവമാണ്, ഉത്തരേന്ത്യയിലല്ല, കേരളത്തിൽ നടന്ന സംഭവം. നമ്മൾ ഞെട്ടിക്കുന്ന ഓരോ വിഷയങ്ങളാണ്. കാരണം അപ്പൊ ഈ ജാതി അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള, ജാതിയുടെ മതത്തിന്റെയും പേരിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഇത് കാലങ്ങളായിട്ട് നിലനിന്ന് പോണ്. കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മറ്റൊരു സമുദായത്തിൽ പെട്ട ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ഈ വലിയ തറവാടികളെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കലും വിവാഹം നടത്തി കൊടുക്കത്തില്ല. പിന്നെ അതിന്റെ പേരിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. സ്കൂളിൽ മാത്രമല്ല, പൊതുസമൂഹത്തിലും ഈ കലാപങ്ങൾ ഉണ്ടാക്കുക മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നടക്കുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരണം, അല്ലെങ്കിൽ ശക്തമായിട്ടൊരു നിയന്ത്രണം ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോഴും ഈ തരത്തിലേക്കുള്ള അധ്യാപകരൊക്കെ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, രൂപത്തിന്റെ പേരിലൊക്കെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും അവരെയൊക്കെ അടിമകളായി കാണുകയും ചെയ്ത അധ്യാപകർ, അതിൽ പ്രതികരിക്കാനാവാതെ നിൽക്കുന്ന പാവം കുഞ്ഞുങ്ങൾ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഉന്നതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടവരാണ് അധ്യാപകർ. ആ അധ്യാപകർ എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തെയും ആ കുട്ടിയെയും ആകെ നശിപ്പിച്ചു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള അധ്യാപക സമൂഹത്തിലുള്ള ആൾക്കാരെ ശരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് സാർ ഞാൻ ചുരുക്കി പറയുന്നു. ശരി, ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ ഒരു ക്യാമ്പസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കുട്ടിയുടെ ആത്മഹത്യ വേണ്ടി വന്നു മറ്റു കുട്ടികൾക്കൊക്കെ ഇത് തുറന്നു പറയാൻ. അപ്പോഴും ആ കുട്ടികൾക്ക് ഭയത്തിൽ നിൽക്കുകയാണ്. അവിടുത്തെ ചില കുട്ടികളൊക്കെ പറയുന്നത്, കോളേജിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇനി പരീക്ഷ എഴുതാം എന്ന് പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ അറ്റൻഡൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ ഭാവി തുലാസിലാക്കുമെന്നൊക്കെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മാനേജ്മെന്റ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. എന്തൊരു അധ്യാപക സമൂഹമാണ് ഇത്. അധ്യാപക സമൂഹത്തിന് അപമാനമാണ് ഇത്തരം ആൾക്കാർ. ഇത് നമ്മുടെ നാട്ടിൽ എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇതിനൊക്കെ ശരിയായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു ആവർത്തിച്ച് വരുന്നത്. ഇതൊന്നും ശരിയല്ല. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ അവഗണിക്കുക, ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിയിടുക, ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയായിരിക്കില്ലേ ആ കുട്ടി. ആ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അത്രമാത്രം വളർത്തി വലുതാക്കി ആ ഒരു സ്ഥാനത്തിലെത്തിച്ച് വിദ്യാഭ്യാസം നൽകാൻ വിചാരിച്ച ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും?
ഇവരെ പോലുള്ളവരല്ല ആരെ ഈ അധ്യാപകരാക്കുന്നത്. ഇവരെല്ലാം ശരിക്കും തുളർത്തിക്കൊല്ലണം, എന്നാലേ പഠിക്കൂ. ഇന്നാലും പഠിക്കില്ല ചിലപ്പോൾ. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശാന്തി മാത്യു ആണ് കോതമംഗലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ശാന്തി മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കുട്ടികൾക്ക് നേരെയൊക്കെ ഇങ്ങനെ മാനസികമായി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പഠിക്കേണ്ടവരായി മാറുകയാണോ നമ്മുടെ ക്യാമ്പസുകളൊക്കെ? ഒരു കാലത്ത് ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ അധ്യാപകരോ മറ്റാരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അതിനെതിരെ പല രീതിയിലും മോശമായ രീതിയിലടക്കം കായികമായിട്ടടക്കം പ്രതികരിക്കുന്നൊരു തലമുറയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തെറ്റാണ് എന്നെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം സഹിച്ച് കുട്ടികൾ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ നമ്മുടെ വിദ്യാഭ്യാസ മേഖല? നമ്മുടെ വ്യവസ്ഥിതി, ആദ്യമായിട്ട് പറയട്ടെ, ഈ മീഡിയ വൺ മാധ്യമത്തില് ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് സങ്കടകരമാണ് ഈ കാഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സാഹചര്യങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ എത്തിപ്പെടാൻ അവിടെ ആയിട്ടുള്ളൊരു സാഹചര്യങ്ങൾ, ആ കോളേജിന്റെ അന്തരീക്ഷങ്ങള് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഒരു കലാലയ സാഹചര്യങ്ങൾ പലപ്പോഴും ഈ കലാലയ പൊളിറ്റിക്സ് ഒക്കെ വേണ്ട എന്ന് നമ്മൾ പലപ്പോൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ എതിർക്കാൻ കഴിയുന്ന തരത്തിൽ കലാലയ രാഷ്ട്രീയം അതിന്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും ആകാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിന്റെ പരിസരങ്ങൾ, ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഒരു സംഭവം നേരിടുമ്പോൾ, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് കേട്ട് നിന്ന ആളുകള് അല്ലെങ്കിൽ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രമാത്രം ക്രിയാത്മകമായി പ്രതികരിച്ചു. നമ്മളൊരു സംഭവം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ആ പരിസരത്തുള്ള ആളുകളിലേക്കും കൂടെ നമുക്ക് വിരൽ ചൂണ്ടേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം വഴിതെറ്റി പോവുകയാണ്. നമ്മുടെ സമൂഹം ഒന്നിനും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന ഒരു മാനസിക ശക്തി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് മാറുകയാണ്. വൈ ഷുഡ് ഐ എന്നുള്ള ഒരു ചിന്തയാണ് ഓരോരുത്തർക്കും. എന്നെ ബാധിക്കില്ലല്ലോ എന്നുള്ള. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് ഇതെല്ലാം വരും എന്നുള്ളത്, അല്ലെ നമ്മുടെ തലമുറയിലേക്ക് എത്തിവരും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായിരുന്ന കാലത്ത് അതിന് മറ്റേറെ കുഴപ്പങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരം അനീതി കണ്ടാൽ ആ അനീതിക്കെതിരെ കുട്ടികൾ പ്രതികരിക്കുമായിരുന്നു. അത് ചിലപ്പോൾ മോശമായ രീതിയിലും കായികമായ രീതിയിലൊക്കെ മാറിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ ആ പ്രതികരണം ഉറപ്പായും ഉണ്ടാകും. അല്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അടക്കം അയാളെ മാനസികം എത്രയോ കാലം കൊണ്ടായിരിക്കും ആ പാവപ്പെട്ട കുഞ്ഞ് മാനസികമായി ഇതെല്ലാം കേട്ട് തകർന്ന് നിന്നിട്ടുണ്ടാവുക. ശരിയാണ്. അത് അത്രയും കാലഘട്ടം അതിനു വേണ്ടിയിട്ട് നിന്നുകൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരു ക്രിയാത്മക സമൂഹമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇതിനപ്പുറത്തൊരു എക്സാമ്പിൾസ് നമുക്ക് പറയാനില്ല. ഒരു ക്രിയാത്മക സമൂഹമല്ല നമ്മുടേത്. അപ്പൊ ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം നടക്കണം. കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതിന് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഈ 3 ഘടകങ്ങളും കൂടി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 100% ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ്സും ലെജിസ്ലേച്ചറും ഒരു മനസ്സോടുകൂടി ഇത്തരത്തിലുള്ള വിഷയത്തെ നോക്കിക്കാണുകയും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ സുബ്രഹ്മണ്യനാണ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആധുനിക കേരളം, പുരോഗമന കേരളം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഈ സ്വാശ്രയ കോളേജുകൾ പലപ്പോഴും ഈ ഒരു അടിമ ഉടമ ബന്ധം പോലെയാണ് കുട്ടികളെ അധ്യാപകരൊക്കെ മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇരയായിട്ടാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് മരണം പോലും സംഭവിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. എറണാകുളം ജില്ലയാണ്, കുറുപ്പമ്പടിയാണ് സ്ഥലം. ശരി, ഓക്കെ, പറഞ്ഞോളൂ. കുറുപ്പമ്പടി. സാറേ, ഈ വ്യവസ്ഥിതി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ. ഞാൻ 89-91 ബാച്ചിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ഇതേപോലെ ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എനിക്ക് തന്നെ നേരിട്ട് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണമില്ലാതെ ഇങ്ങനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്ന സാറന്മാർ വരുമ്പോൾ തന്നെ ഏറ്റവും പുറകിൽ പോയി വെറുതെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ സന്ദർഭങ്ങളുണ്ട്. ഈ വ്യവസ്ഥിതി മാറിപ്പോയി എന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിലും ഇതിപ്പോ ആരും പ്രതികരിക്കുന്നില്ല. രാഷ്ട്രീയക്കാരും പ്രതികരിക്കുന്നില്ല, സാമൂഹിക പരിഷ്കർത്താക്കളൊന്നും ഇത് പ്രതികരിക്കുന്നില്ല. അത് ഭയങ്കര ഒരു തെറ്റാണ്. പിന്നെ സാറേ, ഇന്നലെ തൊട്ടുള്ള ന്യൂസിൽ എനിക്ക് മനസ്സിലായത് ലോൺ ആപ്പിലേക്ക് കേസ് തിരിക്കാൻ വേണ്ടി അവര് ശ്രദ്ധിക്കുന്നുണ്ട്. സാറെന്തൊന്നും പറയാത്തെ? ഹലോ,
ശരി, താങ്കൾ പറയുന്നത് കേൾക്കാം ശ്രീ സുബ്രഹ്മണ്യൻ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇന്നലെ തൊട്ട് ആ ലോൺ ആപ്പ് എന്നുള്ള സെക്ഷനിലേക്ക് കേസ് തിരിക്കാൻ ഇവര് ശ്രമിക്കുന്നുണ്ട്. ആ കേസ് അങ്ങനെ തിരിഞ്ഞ് ശ്രീ സുബ്രഹ്മണ്യൻ, ചിലപ്പോൾ ഇനി ലോൺ ആപ്പ് കൊണ്ട് ആയിക്കോട്ടെ, പക്ഷേ ലോൺ ആപ്പിൽ ഒരു 19,000 രൂപ അടയ്ക്കാത്തതിന്റെ പേരിലാണ് ആ കുട്ടി, നമുക്കൊരു അങ്ങനെ കരുതിയാൽ പോലും അങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങിയെങ്കിൽ ആ കുട്ടി അതിനു മുമ്പ് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുണ്ടല്ലോ. ആ കുട്ടി എത്രത്തോളം താൻ മോശക്കാരനാണെന്ന് നിരന്തരമായ ഒരു അധ്യാപകൻ വന്ന ഒരു കൊഴുത്ത പട്ടി എന്നൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ, അച്ഛന് കൂലിവേലക്കാരനായ ഒരു അച്ഛന്റെ മകനോട് അച്ഛന്റെ ജോലി എന്താണ്, അച്ഛൻ എത്ര രൂപ കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനുണ്ടാകുന്ന നിരന്തരമായ അപമാനമുണ്ടല്ലോ. അങ്ങനെ ഒരു തകർന്നിരിക്കുന്ന കുട്ടിയായിരിക്കും ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് എന്താണ് കാരണം എന്നല്ല, അതിനു മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം ഉണ്ടല്ലോ. അതെ അതെ സാറേ, ഇപ്പോ ഞാൻ ഒരുപാട് സമയം എടുത്തുവെങ്കിൽ പോലും 90 കിഡ്സിലുള്ള ആളാണ് ഞാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള പവർ കുറവാ, വിൽ പവർ കുറവാ ഇപ്പോഴുള്ള കുട്ടികൾക്ക്. നമ്മൾ കുട്ടികളെ എന്തെങ്കിലും നിസ്സാര ഒരു കാര്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരിക, ഇങ്ങനെയൊക്കെ പല കുട്ടികളും എന്റെ വീടിന്റെ പരിസരത്ത് പലരും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു മോളുണ്ട്, ആ മോളോട് വഴക്ക് പറയാൻ പോലും എനിക്ക് പേടിയാ. നിസ്സാരം ഒരു കാര്യം മതി കുട്ടികൾ വേണ്ടാത്ത രീതിയിൽ പെരുമാറുക. അപ്പൊ അതനുസരിച്ചുള്ള ആശങ്ക പൂർണ്ണമായി മനസ്സിലാവുന്നു. ശ്രീ ഇബ്രാഹിം കുട്ടിയാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇബ്രാഹിം കുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? നമ്മൾ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട ആ ദിവസത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിഷയം. നമുക്കറിയാം, സമൂഹത്തിന് ഇന്ത്യയിൽ ജനലക്ഷങ്ങൾ അനുഭവിച്ച വേദനകളും ദുഃഖത്തിനൊന്നും ഒരു പരിഹാരമില്ല. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി, ഒരു കാലഘട്ടം മാറി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഒക്കെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ളൊരു വാർത്തകൾ ആ കുട്ടിയെ മാത്രമല്ല ആ മേഖലയിലേക്ക് പഠിച്ചുയർന്നു വരുന്ന നിരവധി വിദ്യാർത്ഥികളുടെയും മനസ്സ് തളർത്താൻ ഉപകരിക്കുന്നുള്ള കാര്യം സംശയമില്ല. ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള നടപടികൾ വരികയൊന്നൊരു ചെറിയ കേസെടുത്ത് അതൊരു പ്രശ്നം തീർക്കുന്നതല്ല, മറിച്ച് ഇതിനൊരു സോഷ്യൽ കോസ്റ്റ്, ഇതുകൊണ്ടുണ്ടായ സമൂഹത്തിനുണ്ടായ നഷ്ടം അത് ഇവര് ഈടാക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലേ ഇതൊരു ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റെമഡി എന്നല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അല്ലല്ലോ ഇത് പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. തന്നെയല്ല, ഇപ്പൊ ഈ കുട്ടിയുടെ പിതാവ് ഒരു പെയിന്റിങ് തൊഴിലാളി മുതൽ മാതാവ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു അംഗമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരെ ഇപ്പൊ ഞാനും ഒരു അധ്യാപകനാണ്, നമുക്കറിയാം നിരവധിയായ പീഡനങ്ങള് പലപ്പോഴും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ഒന്നാമത് ഇപ്പൊ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണത്തിന്റെ സ്വാധീനം വന്നു. അതിനനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ പിന്നെ അവരുടെ ആടയാഭരണങ്ങള്, അതുപോലുള്ള പണത്തിന്റെ കൊഴുപ്പ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പലപ്പോഴും അതിൽ നിന്നൊക്കെ ഒരു മാർജിനലൈസ് ചെയ്യുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിന്റെ വേറെ ചില തത്വങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ചില വേദങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബ്രാഹ്മണസ്യ മുഖമാസി ബാഹു രാജന്യ കൃത ഊരു തദസ്യ സ്വൈശ്യ പാദ്ഭ്യാം ശൂദ്ര അജായത. അതായത് ബ്രാഹ്മണന്മാരല്ലേ അതുപോലുള്ള ഉന്നത കുലജാതികൾ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നുണ്ടായി, മറ്റുള്ളവര് ഉടലിൽ നിന്നുണ്ടായി, കുറെ പേര് പിന്നെ തുടയുന്നുണ്ടായി, പിന്നെ കുറച്ചു പേര് കാൽപാദങ്ങളിൽ നിന്നുണ്ടായി. ഇങ്ങനെ തന്നെ വേദങ്ങളിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന് പറയുന്ന ഒരു പുതിയ കാലത്തെ മറുപടി അറിയാമല്ലോ, ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഉണ്ടായത്. അതെ, എല്ലാ മനുഷ്യനും ഉണ്ടായതല്ലേ. ഇപ്പൊ ഇതിനകത്തൊരു ഒരു കാര്യം ആളുകൾ പല ഘട്ടങ്ങളിൽ ഈ ഇത്തരം അധികാര ഘടനകൾ രൂപപ്പെടുത്താൻ വേണ്ടി എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ സമൂഹം നമ്മൾ ഉയർന്നു വന്നത്. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ 2011 ഈ സെൻസസ് പ്രക്രിയയിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അധ്വാനിക്കപ്പെടുന്ന വിഭാഗങ്ങൾ, ഇപ്പൊ തെങ്ങിന് വേണ്ടി, തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി, അവരെല്ലാം ഒരു തെങ്ങ് അവരുടെ പറമ്പിലില്ല. അവർക്ക് ഒരിക്കലും സ്വത്തോ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും നമുക്ക് വെള്ളം കിട്ടാത്ത, കുടിവെള്ളം കിട്ടാത്ത ഈ സമൂഹത്തിൽ അധ്വാനിക്കുന്ന ആ വിഭാഗമാണ് ഏറ്റവും അധികൃതരായിട്ട് അവർക്ക് ജീവിത സാഹചര്യത്തിൽ നിന്നും വലിയ മോശമായ ജീവിത സാഹചര്യത്തിൽ അവരാ ജീവിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്തെല്ലാം പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെല്ലാം നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, നേരത്തെ 1-2 പ്രേക്ഷകൻ പറഞ്ഞ പോലെ ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയിലും ഒക്കെ കാലാകാലങ്ങളായി. ഇപ്പൊ ജുഡീഷ്യറിയുടെ തന്നെ പറയുമ്പോൾ അറിയാം, ജുഡീഷ്യറിയിൽ തന്നെ പറയുന്ന ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവര് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരാണ്.
മറ്റുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കറിയാം. ഇവിടുത്തെ ഒരു സിനിമ ഹാളിന്റെ കാര്യമൊക്കെ അറിയാം. അദ്ദേഹം ഒരു സെല്ലിൽ കിടന്ന് ഒരു ബുദ്ധിമുട്ടിയപ്പോൾ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. എപ്പോഴും നീതി ഏറ്റവും കൂടുതൽ DGP വരെ അദ്ദേഹത്തെ അനുഭവിക്കുന്ന താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാറുണ്ടായി. അപ്പം ഇതൊരു വലിയൊരു കാര്യമാണ്. ഈ ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ഇപ്പൊ ആരെയും പഴിചാരിയല്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കും ജീവിക്കാനുള്ള അവസരങ്ങളും അവകാശങ്ങളും ഉണ്ട്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു അധ്യാപകൻ, ഇവരൊക്കെ അധ്യാപകരാണോ, അധ്യാപകൻ തന്നെയാണോ വിളിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. കുട്ടികളെ നിരന്തരം ഇങ്ങനെ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അവരുടെ വരുമാനത്തിന്റെ പേരിൽ, ജീവിത സാഹചര്യത്തിന്റെ പേരിലൊക്കെ നിരന്തരം അവമാനിച്ചെന്നിട്ട് അയാൾ അധ്യാപകനായി അവിടെ തുടരുകയാണ് ഇപ്പോഴും. അധ്യാപകനായിട്ട് അവിടെ തുടരുന്നെങ്കിൽ ഇത് ചക്കരക്കല്ല് ദന്തൽ കോളേജ് എന്നുള്ളത്, ഈ കോളേജിന്റെ പേരെന്താണ്, ആരാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ എന്നുള്ളതും കൂടി മാധ്യമങ്ങൾ ആരും പറയുന്നില്ല. അതെന്റെ ആ ഓണറുടെ പേരെന്താണ്, നടത്തിപ്പുകാരൻ ആരാണ്? കാര്യം എന്ന് പറഞ്ഞാൽ ആ നടത്തിപ്പുകാരൻ നല്ലതായിരുന്നെങ്കിൽ ഇത്രയും വൃത്തികെട്ട അധ്യാപകർ ആ സ്ഥാപനത്തിൽ നിലനിൽക്കില്ലല്ലോ. കാര്യം ഇയാൾക്ക് ഈ 2 മാസത്തിന് മുമ്പ് ഒരു പ്രാവശ്യം സസ്പെൻഷനൊക്കെ ആയിട്ട് 2 മാസത്തിന് ശേഷം പിന്നെ വീണ്ടും ഇദ്ദേഹത്തിന് നല്ല നടപ്പിനായി തിരിച്ചെടുത്ത് എന്നൊക്കെയാ പറയുന്നത്. കാര്യം എപ്പോഴും ഇതേപോലുള്ള അധ്യാപകർ പലരും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഇപ്പം സിദ്ധാർത്ഥന്റെ കാര്യം തന്നെ എടുക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം റാന്നിക്കടുത്ത് നഴ്സിംഗ് കോളേജിൽ ഇതേ പട്ടികജാതിയിൽപ്പെട്ട ഒരു പെണ്ണാണ് അവിടുന്ന് മേളിൽ നിന്ന് എടുത്തിയാട് നഴ്സിംഗ് വിദ്യാർത്ഥിനി. എന്നിട്ട് ആദ്യം ഒരു 2-3 ദിവസത്തേക്ക് ഭയങ്കര വാർത്തയും ഒരു ഇതും കാണും. പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. അവസാനം 7-8 കൊല്ലത്തിന് ശേഷം ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കുന്നെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പിന്നെ ഈ മൊത്തത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെല്ലുന്ന കുട്ടിയുടെ അവരുടെ ഓരോ വീട്ടിലെ സാഹചര്യം അനുസരിച്ചല്ലേ. എല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ലല്ലോ. അവരെയൊക്കെ ആ അധ്യാപകന് സത്യത്തിൽ അധ്യാപകനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ട്. എല്ലാവരും ഒരേ സാഹചര്യത്തിൽ നിന്ന് ആയിരിക്കത്തില്ലല്ലോ ഇത്തരം സ്ഥാപനങ്ങളിൽ വരുന്നത്. ചിലര് കാശ് കൊടുത്തു വരും, ചിലര് മെറിറ്റ് അടിസ്ഥാനത്തിൽ വരും. അപ്പൊ ഓരോരുത്തരുടെ മോഹം അനുസരിച്ചാണല്ലോ അവര് ഇങ്ങനെയൊക്കെ വന്ന് ചേരുന്നത്. അപ്പൊ ഇത് ഈ പിന്നെ ഏത് രീതിയിലും തടയിടണ്ട. പിന്നെ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത, പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത എല്ലാം തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ നിഷ്കരണം തള്ളിക്കളഞ്ഞ ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അല്ലാതെ 12,000 വർഷത്തിന് മുമ്പ് കാട്ടു നിയമങ്ങൾ ഇപ്പോഴും വേദവാക്യം പോലെ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമല്ല. നമുക്ക് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത കാലാകാലങ്ങളിൽ ഓരോന്നും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് എല്ലാം അവസാന വാക്കാണെന്ന് ഹിന്ദു സമൂഹം ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇത്തരം ആൾക്കാരെ അവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റാമിനെ പോലുള്ള ആൾക്കാരെ ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ശ്രീ അനിലയാണ്, തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനില, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ കൊടിയ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഇതുവഴി പുറത്തു വരുന്നത്. ഇപ്പോഴും ഉണ്ട് സാറേ, ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞു. എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഇതുപോലാണ്. അവന് ഈ മോന്റെ കൂട്ട് തന്നെ കറുത്ത ആളാണ്. അപ്പം പറഞ്ഞു നീഗ്രോ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാറുണ്ട്. അവൻ സ്ഥിരം വന്ന് എന്നോട് പറയാറുമുണ്ട് ഇങ്ങനെ നീഗ്രോ എന്ന്. ഇപ്പോഴും സ്കൂളുകളിൽ എല്ലാ ടീച്ചർമാരും ഇതുപോലെ പറയുന്നുമുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ടീച്ചർമാർ മറ്റു പിള്ളേരെല്ലാം കൂടെ കൂടി അത് ഉറപ്പായും പരാതിപ്പെടണം. മകനോട് പറയണം ഉറപ്പായും. ഒരാൾ കറുത്ത നിറമാണോ വെളുത്ത നിറമാണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരുടെയും എല്ലാ നിറവും അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന നിറങ്ങൾ തന്നെയാണ്. ഞാൻ അവനോട് പറഞ്ഞു, നീ ടീച്ചറോട് പറയാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞ് ആ പിള്ളേര് പറയും നീ എന്റെ ബോക്സിൽ നിന്ന് അതെടുത്തു ഇതെടുത്തു. അപ്പൊ അവന് പറയാൻ പേടിയാണ്. അല്ല തന്നെ സ്കൂളിൽ പോകണം പറയണം. ആ കുട്ടികളാണോ അധ്യാപകരാണോ ആരാണ് അങ്ങനെ ഒരു കുട്ടിയെ ആ തരത്തിലേക്ക് ആക്ഷേപിക്കുന്നെങ്കിൽ അത് കൃത്യമായി പറയണം. പറഞ്ഞ് അവരെ ആ അനീതിയെ അനുവദിക്കരുത്. അപ്പൊ പറഞ്ഞു നീഗ്രോ തന്നെ ഇവനെ വിളിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞ നിന്നെ ടോർച്ച് അടിച്ച് നോക്കണം, നീ ഇരുട്ടത്താ നിൽക്കുന്നേ. അപ്പൊ ഇവൻ വൈകിട്ട് വന്ന് ഇതെല്ലാം നമ്മളോട് പറയുന്നുണ്ട്, സംസാരിക്കുന്നൊക്കെ. ഞാൻ പറഞ്ഞ തമാശയായിരിക്കും, പോട്ടെന്ന് പറഞ്ഞു. അമ്മ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നീ ഇരുട്ടാ, നിന്നെ ടോർച്ച് അടിച്ച് നോക്കണോന്നൊക്കെ നമ്മളോട് സംസാരിക്കില്ല. അത് ഒന്ന് മകനോട് പറഞ്ഞ് മനസ്സിലാക്കണം. നിറം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു അഭിമാനം നൽകുന്നോ, ഒരാളുടെ കറുത്ത നിറമാകുന്നത് ഏതെങ്കിലും തരത്തിൽ മോശമായ ഒന്നല്ല. അത് മഹത്തായത് തന്നെയാണ്, അഭിമാനപൂർവ്വമാണ് ഏത് നിറവും നിൽക്കാൻ കഴിയേണ്ടതും. അധ്യാപകർ അങ്ങനെ അവിടെ പറയുന്നുള്ള അധ്യാപകരാണോ കുട്ടികളാണോ, കുട്ടികൾ പറയുന്നെങ്കിൽ അധ്യാപകരുടെ ഈ പരാതി കൃത്യമായി ഉന്നയിക്കണം, പരിഹാരം ഉണ്ടാക്കണം.
അതങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ അങ്ങനെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മകൻ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ അനിലേക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു നിറത്തിന്റെ പേരിൽ എനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ അവമാനിക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക്. അവനെപ്പോഴും വന്ന് പറയും, അമ്മ എന്നെ അങ്ങനെ കളിയാക്കി, എന്നെ ഇങ്ങനെ കളിയാക്കി. ഞാനിപ്പോ പറയും വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ വലിയ വിഷയമായിട്ട് എടുക്കണ്ട. ആ രീതിയിൽ ഞാൻ അവനോട് അങ്ങനെയല്ല അനില, കുട്ടികളൊക്കെ വഴക്കുണ്ടാക്കട്ടെ. കുട്ടികൾ വഴക്കുണ്ടാക്കിയും അനീതിക്കെതിരെ ചോദ്യം ചെയ്തും ഒക്കെ വളരട്ടെ. അതൊക്കെ കുട്ടികളുടെ പ്രായത്തിൽ അങ്ങനെയൊക്കെ അവരെ അത്രയ്ക്ക് അച്ചടക്കത്തിലൊന്നും അല്ല കുട്ടികൾ വളരേണ്ടത്. കുട്ടികൾ അനീതി ഉണ്ടെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്ത് തന്നെ കുട്ടികൾ വളരട്ടെ. അവരൊരു വഴക്കുണ്ടാക്കുന്നതൊന്നും ഒരു തെറ്റൊന്നുമല്ല. സ്കൂളിൽ പോകണം, സ്കൂളിൽ പോയി കൃത്യമായി പറയണം. അല്ലെങ്കിൽ മകൻ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവൊക്കെ വളരെ വലുതായിരിക്കും. അവന് ഭയങ്കര വിഷമോ, 10ാം ക്ലാസ്സിലാണ് പഠിക്കുക. അവന് ഭയങ്കര വിഷമം. അവനൊന്നും എന്നോട് പറയും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവന് ഈ രീതി ഇരുട്ട് നീഗ്രോ എന്നും പറഞ്ഞ് അവനെ കളിയാക്കുന്നത്. അത് സ്കൂളിൽ പോയി കൃത്യമായി പറയണം. സ്കൂളിൽ പോയി കൃത്യമായി എഴുതി തന്നെ കൊടുക്കണം. പരാതി എഴുതി കൊടുത്ത് അതിന് നടപടി ഉണ്ടാക്കാൻ പറയണം. അങ്ങനെ അനുവദിക്കരുത് ഒരു കാരണവശാലും. ഏത് കുട്ടിയായാലും രക്ഷകർത്താവായാലും അധ്യാപകനായാലും ആരായാലും അങ്ങനെ ഒരാളെ നിറത്തിന്റെ പേരിൽ അവമാനിക്കാൻ അവർക്ക് ഒരു അവകാശവുമില്ല. ആർക്കെങ്കിലും അധികം ഒരു അവകാശവും അങ്ങനെ ഇല്ല. ഞാനും എന്റെ അപ്പനോട് പറയുമ്പോ അപ്പനും പറഞ്ഞ പോട്ടെ, പിള്ളേർ തമ്മിലുള്ള ഇതല്ലേ, അത് പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനെ ഒരു വലിയ വിഷയം ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വലിയ ഇതായിട്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെയല്ല, അത് ചെയ്യണം. നമ്മൾ കൃത്യമായി പരാതി കൊടുക്കണം. നമ്മൾ പരാതി പറയണം. നമ്മളുടെ മകൻ ഒരു പരാതി എന്ന് പറയുമ്പോൾ ആ മകന്റെ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും അല്ലേ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്. നിങ്ങളല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവൻ നിങ്ങളോട് വന്ന് പറയണമെങ്കിൽ, സാധാരണ ഒരു കുട്ടിയൊക്കെ വീട്ടിൽ വന്ന് അങ്ങനെ പറയണമെങ്കിൽ ആ കുട്ടി അതിനേക്കാൾ വലിയ മാനസിക വ്യത അനുഭവിച്ചിട്ടായിരിക്കും ആ കുട്ടി വന്ന് പറയുന്നത്. ആ സമയത്ത് അവനുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഉറപ്പായും അത് പറയണം. അത് പറഞ്ഞു തന്നെ പോകണം. ആ ധൈര്യത്തെ തന്നെ കുട്ടിയെ വളർത്തണം. അവൻ അഭിമാനപൂർവ്വം തന്നെ വളരണം. അവന് നിറം ഉണ്ടായത് എൻ്റെ നിറം ഇരുണ്ടുപോയതോ അല്ലെങ്കിൽ എൻ്റെ നിറം വിളർത്തിരിക്കുന്നോ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനമോ അല്ലെങ്കിൽ അപമാനമോ ഉള്ള കാര്യമല്ല. ശ്രീ അനിയൻകുട്ടനാണ് തിരുവല്ലയിൽ, പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പല കുഞ്ഞുങ്ങളും ഈ സ്വാശ്രയ കോളേജുകളിലൊക്കെ എന്തും അധ്യാപകർ പറയുന്ന അവരുടെ ഭീഷണിക്ക് വഴങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണോ പഠിക്കുന്നത്? ഹലോ സാറേ, നമസ്കാരം. പറഞ്ഞോളൂ സാറേ. ഇത് കുറെ കാലമായിട്ട് ഇവിടെ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ഒരു 5-10 വർഷമായി. ഇന്നലെ ഒരു ന്യൂസ് ഞാൻ ചാനലിൽ കണ്ടു. എസ് പെട്ട പിന്നെ കുട്ടികള് 10, 15, 20, 25 താഴെയുള്ള കുട്ടികളെ 52 പേരെ ഇവിടെ കൊന്നു. അധ്യാപകരെ എറിഞ്ഞു കൊന്നും കെട്ടിത്തൂക്കി കൊന്നും അടിച്ചു കൊന്നും അവരെ ആത്മഹത്യ ചെയ്തു ഒക്കെ 52 കുട്ടികളെ കൊന്നു. ഈ സർക്കാർ എന്ത് ചെയ്തു? ഒരു കേസ് എടുക്കുവായിരുന്നു, അവരെ ശിക്ഷിക്കുവാണെങ്കിൽ ഈ സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ അത് ചെയ്യുവാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഈ കറുത്ത കുട്ടികളെ, അന്ന് തന്നെ ഞാൻ പറയാം, ഈ കറുത്ത കുട്ടികളെ ആരെയും ചെയ്യാൻ സമ്മതിക്കുമോ? രാജഭരണവാരനെ സാറേ, ഇന്ന് ഈ കേരളത്തിൽ രാജഭരണവാരനെ ഉണ്ടല്ലോ, ഇവരെ ഇന്ന് തൂക്കിക്കൊന്നാണ്. അവർ പോലും ചെയ്യാത്ത ശ്രീ അനിയൻകുട്ടൻ, വേറെ കാര്യമാണ്. കേരളത്തിൽ പൊതുവെ ഇത്തരം സംഭവങ്ങൾ കുറച്ചെടുക്കുന്ന ഒരു നാടാണ്. രണ്ട്, രാജഭരണകാലത്തായിരുന്നെങ്കിൽ രാജഭരണകാലത്ത് ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അധികാരങ്ങളൊക്കെ വീതിച്ച് നൽകിയിരുന്നത്. രാജഭരണകാലം അങ്ങനെ ഒരിക്കലും മഹത്തായ ഒന്നല്ല എന്ന് മാത്രമല്ല, രാജഭരണകാലം ഒരു കാരണവശാലും നമുക്ക് ഓർക്കാൻ അങ്ങനെ എന്തെങ്കിലും മഹത്തരമായ കാര്യങ്ങൾ നൽകുന്ന ഒരു കാലവുമല്ല. ഇത് സമൂഹം അറിയാൻ പറ്റിയ ഈ സമൂഹം റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമ്മളൊന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജില് വർഷങ്ങളായി ഈ ഒരു രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ മാത്രമല്ല, അതിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു, രക്ഷിതാക്കൾ പ്രതികരിക്കുന്നു. അതേപോലെ ഒരു കുട്ടിയുടെ മരണം വരെ ഇത് നിലനിന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്ത സങ്കടം തോന്നുക. എത്ര മക്കളാണ് അവിടെ പീഡിപ്പിക്കപ്പെട്ടത്? കാരണം അവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. 6 മാസം ഒരു സം പരീക്ഷ നഷ്ടപ്പെടുത്തിക്കൂടാ, അതല്ലെങ്കിൽ 2ാമത്തെ സം നഷ്ടപ്പെടുത്തിക്കൂടാ. ഇയാൾ ഭീഷണി ഉയർത്തുന്നു. ഇയാൾ പറയുന്നതൊക്കെ കേട്ടിരിക്കണം വിദ്യാർത്ഥികൾ. അതിനെതിരായിട്ട് ആർക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു വോയിസ് ഇല്ലാത്തൊരു കോളേജ്, അതെല്ലാം നിസ്സഹായമായി നോക്കി നിൽക്കുന്ന
പഠിപ്പിക്കുന്ന ഒരു സംഗീത എന്ന ഒരു അധ്യാപിക ഈ നാട് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? ഇതെന്താണ് ഇങ്ങനെയൊക്കെ ആവുന്നത്? വിദ്യാർത്ഥികൾക്ക് പ്രതികരണ ശേഷി എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്? നേരത്തെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നു, അത് കാലങ്ങളോളം നീണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെ പോയി വിദ്യാർത്ഥികളുടെ പ്രതികരണ ശേഷിയൊക്കെ? പഠനമൊക്കെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ രീതിയിലാണോ നിങ്ങൾ എല്ലാറ്റിനും വശംവദയായി കൊണ്ട് തന്നെ വേണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ വിദ്യാർത്ഥികളെ എങ്ങനെ? കാരണം രക്ഷിതാക്കൾ ഇപ്പം പറഞ്ഞ ഒരു രക്ഷിതാവ് പറയുന്നത് കേട്ടില്ലേ, സാരമില്ല അത് പിന്നെ ബുദ്ധിമുട്ടണ്ട, നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട ഒരു പ്രശ്നത്തിൽ ഇപ്പൊ ഇങ്ങനെയുള്ള രീതി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് തെറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ അധ്യാപകന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക മാത്രമല്ല, യഥാർത്ഥത്തിൽ പണ്ട് നക്സലൈറ്റുകളൊക്കെ ചെയ്ത പോലെ അയാൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം. ജനമധ്യത്തിൽ നിന്നുകൊണ്ട് അയാൾ വിചാരണ ചെയ്യേണ്ട ഒരു കാലം കാലമല്ലേ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതെന്തൊരു അവസ്ഥയാണിത്? കാരണം അവർ പഠിക്കുന്ന ഡോക്ടർമാരായി വരേണ്ട നമ്മുടെ ഭാവി തലമുറക്കും ഭാവി ഒരു സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ വേണ്ടി വരേണ്ട ഒരു വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും ബുദ്ധിമുട്ടിക്കൊണ്ടും മരണത്തിലേക്ക് നയിച്ചുകൊണ്ടും എന്തൊരവസ്ഥയാണിത്? മാത്രമല്ല ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, കളറിന്റെ പേരിൽ എല്ലാം നിലയിലും പീഡിപ്പിക്കാൻ ഇയാൾ ആര്? അപ്പൊ ഇയാളെ നിയമത്തിൻ്റെ കൊണ്ടുവന്നിട്ട് ഇയാൾ രോഗിയാണെന്ന് ആദ്യം പരിശോധിക്കേണ്ട സമയമുണ്ട്. ആദ്യം ഇയാൾ രോഗിയാണോ, മാനസിക സൈക്കോ ആണോ ഇയാള് എന്നത് ആദ്യം പരിശോധിക്കണം. അതിനുശേഷം സൈക്കോ ആണെങ്കിലും അല്ലെങ്കിലും കുറ്റക്കാരനാണ്, തീർച്ചയായും ഈ കുറ്റക്കാരനാണ്. കാരണം ഇപ്പൊ ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ല പറയുന്നത്, വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, രക്ഷിതാക്കൾ പറയുന്നുണ്ട്, അവിടെയുള്ള മുഴുവൻ. ഇപ്പോൾ സംഗീത എന്ന സ്ത്രീയെ ഒരു വിചാരണ കോടതിയിൽ കൊണ്ടുവന്നാൽ അതിന്റെ സത്യങ്ങൾ മുഴുവനും അവരും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇയാളാണ് അതിന്റെ മുഖ്യപ്രതി. ആരെയും പറഞ്ഞ റാം എന്ന് പറഞ്ഞ അയാൾ ഏത് നാട്ടുകാരനാണ്? നമ്മുടെ കേരളക്കാരനല്ല എന്നാണല്ലോ കേൾക്കുന്നത്. അയാൾ കേരളക്കാരനല്ല ഞാൻ കേട്ടെടുത്തിലോളം. അയാൾ ഒരു കേരളീയനൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കേരളീയരുടെ മനസ്സൊക്കെ പണ്ട് ഈ ജാതി സമ്പ്രദായമൊക്കെ ഏത് കാലത്ത് നമ്മളുണ്ടോ മുമ്പ്? എനിക്ക് 70 വയസ്സായി, അതിന്റെ എത്രയോ മുമ്പാണ് ആ സംവിധാനങ്ങളൊക്കെ കേരളത്തിന് എടുക്കപ്പെട്ടു പോയിട്ട്. അങ്ങനത്തെ ഒരു കേരളത്തിൽ ഇത്തരം ആളുകൾ, വൃത്തികെട്ട ആളുകൾ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്തിട്ട് ഒരു കോളേജ് നടത്തുന്ന ആരാണ് ഈ ശ്രേഷ്ഠ കോളേജിന്റെ ആള്? അവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അനിലാണ് കാസർഗോഡ് നിന്നും. ശ്രീ അനിൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഒന്നാമതായി ഈ വിഷയം ന്യൂസ് 18 ചർച്ച ചെയ്യാൻ എടുത്തതിന് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ വളരെ സങ്കടത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പൊതുവിൽ ഈ വിഷയം തന്നെയായിരുന്നു എല്ലാവരും അങ്ങും പറഞ്ഞതും. നമ്മൾ ഒരു വല്ലാത്ത ഉറങ്ങാൻ പോലും പറ്റിയില്ല ആ കുട്ടിയുടെ മുഖവും വീട്ടുകാരുടെ സങ്കടമൊക്കെ കണ്ടിട്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഒരു 10-15 വർഷം മുമ്പൊന്നും ഇത്രയൊന്നും സ്വാശ്രയ കോളേജുകളോ അവർക്ക് ഇത്രയൊന്നും അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ മുക്കിന് സ്വാശ്രയ കോളേജുകളും നമ്മുടെ ആ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷാകർത്താക്കൾ കുട്ടികളെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് ചേർക്കുകയും കുട്ടികൾ അവർക്കറിയില്ലല്ലോ ഇവിടെ നടക്കുന്ന ഇങ്ങനെയാണെന്നില്ല. അവര് നല്ല വിദ്യാഭ്യാസം പ്രതീക്ഷിച്ച് അവിടെ എത്തുകയും അവിടെ നിന്ന് ലഭിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളാണ് പിന്നീട് ഇങ്ങനെയുള്ള ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഇത്തരം സ്വാശ്രയ കോളേജുകളിലെ ഉള്ളറകളിൽ എന്താ നടക്കുന്നതെന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിൽ വരണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. എങ്കിൽ മാത്രമേ ഇതൊക്കെ പുറത്തേക്ക് വരൂ. നമുക്ക് സ്കൂളുകളിലൊക്കെ പരിശോധന നടക്കുന്ന കൗൺസിലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ പലതും പറയുന്നുണ്ടല്ലോ ഇന്നറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നത് എല്ലാ സംഭവങ്ങളും നടന്ന ശേഷമാണെന്നുള്ളതാണ് ഒരു പ്രയാസം. അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഷിജു കുര്യത്ത്, നമസ്കാരം, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ടൈം ഫോർ സ്വാമി വിവേകാനന്ദൻ ആൻഡ് ശ്രീനാരായണ ഗുരു ടു റീബോൺ എന്ന് ഷിജു കുര്യത്ത് പറയുന്നു. കേരളത്തിൽ അപ്പൂപ്പൻ തന്നെയല്ലേ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പ്രമോദ് നാണു ചോദിക്കുന്നു. ജയകുമാർ, നമസ്കാരം, കേരളത്തിൽ ഇതും ഇതിനപ്പുറവും നടക്കും. ആൾക്കൂട്ട കൊലപാതകം, ദുരഭിമാന കൊലപാതകം, അനാചാര കൊലപാതകം എന്നിവ കൂടി വരുന്നു. അധ്യാപകരെ മാതൃപരമായി ശിക്ഷിക്കണം, ഇനി ഇങ്ങനെ ഉണ്ടാകരുതെന്ന് ഷീല പ്രസാദ് പറയുന്നു. കൃഷ്ണൻകുട്ടി പറയുന്നു, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന അവസ്ഥ തുടരുന്നു, കഷ്ടം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിജു കിരിയത്ത്, പിന്നീട് വീണ്ടും കൃഷ്ണൻകുട്ടി തന്നെയാണ്. പ്രമോദ് നാണു പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ എല്ലാം ശരിയാവും എന്ന് പറയുന്നു.
അതിനിടെ പ്രമോദ് നാണു വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ 40 കൊല്ലത്തോളം കമ്മ്യൂണിസ്റ്റ് ഭരിച്ച കേരളം എന്നൊക്കെ മോഹൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരിച്ച കേരളവും കോൺഗ്രസ് ഭരിച്ച കേരളവും തമ്മിൽ എന്താണ് ഇതിൽ എന്നറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ സർക്കാരിനെതിരെ എന്തായാലും അത്തരം ചില കമന്റുകൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരാം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ കുമാരനാശാൻ ഈ കവിത ദുരവസ്ഥ എഴുതുന്ന കാലത്തിൽ നിന്ന് ഒട്ടേറെ കേരളം മാറിയെങ്കിലും ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ തന്നെ നിൽക്കുകയാണോ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിലെങ്കിലും? അങ്ങനെ മാറിയെന്ന് പറയാൻ വയ്യാത്ത ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ പല സംഭവങ്ങളിലൂടെ കാണുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതിക്കാരൊക്കെ ഈ സവർണറുടെ വീട്ടിൽ ജോലിക്കും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുറ്റത്തൊരു കുഴി കുത്തി അതിനകത്ത് ഇലയൊക്കെ വാട്ടിയിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുറ്റം എന്റെ വീടിനടുത്തുണ്ട്. ഞാൻ ആ മുറ്റത്ത് ചെല്ലുമ്പോൾ ഞാൻ ആ മൂലയ്ക്കോട്ട് നോക്കും, ഇങ്ങനെയാണല്ലോ ഈ മുറ്റത്ത് നടന്നതെന്ന് ഓർക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം കുറെ ഇടക്കാലത്ത് വളരെ കുറവായിരുന്നു. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കൂടുതൽ സ്ട്രോങ് ആയിരുന്ന കാലത്തും ഒക്കെ ഈ സ്വാശ്രയ സംഗതികൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം വളരെ വളരെ ചുരുക്കമായിട്ടേ നടക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ തൊഴിലിടങ്ങളിലൊക്കെ വനിതകൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ അവരോട് വിവേചനം കാണിച്ചാൽ അത് നോക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയും സമിതിയൊക്കെ ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ SC/ST ആൾക്കാരോട് എന്തെങ്കിലും കാണിച്ചാൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സമിതി ഇല്ല, ഒരിടത്തും ഇല്ല. ജോലി സ്ഥലങ്ങളിലും ഇല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് SC/ST കമ്മീഷൻ ഉണ്ട്, SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ ദുർബലമാണ്. ഇതിന്റെ പേരിലൊക്കെ നടപടി എടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് തലത്തിൽ ഇതൊക്കെ അന്വേഷിക്കുന്ന കാര്യങ്ങളും അത്ര തൃപ്തികരമായിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ നടന്ന സംഭവങ്ങളിലൊന്നും മാതൃകാപരമായ ശിക്ഷയോ അല്ലെങ്കിൽ ആൾക്കാർ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സവർണ രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ BC-മാരെയും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വലിയ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും പ്രൊഫസർമാരും ഒക്കെയും സവർണ ജാതിയിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷവും. SC/ST ആൾക്കാർക്ക് പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കണം, സംഘടനകൾ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ സംഘടനയ്ക്ക് SC/ST-യുടെ വിഭാഗത്തിന് വേണ്ടി അവർക്കൊരു മോർച്ചയുണ്ട്. ഇപ്പൊ ദളിത് മോർച്ച എന്നൊക്കെ പറഞ്ഞ പോലെ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം ദുർബലമാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊന്നും പോയാൽ പോരാ. കേരളത്തിന് നാണക്കേടാണ്. കേരളം ഇങ്ങനെയൊന്നും ആയാൽ പോരാ. അതാണ് പറയാനുള്ളത്. ശരി, തങ്ങളുടെ വാക്കുകൾ വളരെ ശക്തമാണ്. എപ്പോഴും അർഹമായ പ്രാതിനിധ്യം SC/ST വിഭാഗത്തിന് പല മേഖലകളിലും കിട്ടിയിട്ടില്ല എന്നുള്ളത് സാമൂഹിക യാഥാർത്ഥ്യം കൂടിയാണ്. അനഖയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ അനഖ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴും ഈ ജാതി വെറിയന്മാരായ ആളുകൾ അധ്യാപകരായി തുടർച്ചയായി ക്യാമ്പസുകളിൽ തുടരുന്ന അവസ്ഥ ഉണ്ടാവുന്നു? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ സാധനം എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ എനിക്ക് ഇതുപോലെ അധ്യാപകരിൽ നിന്നും ജാതി അതിശയം അല്ലെങ്കിൽ കൂടിയും ഒരു അധ്യാപികയിൽ നിന്നും വളരെയധികം മോശമായ അനുഭവം 2ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഇപ്പൊ ഞാൻ എന്റെ പാരന്റ്സിനൊക്കെ പറയുമ്പോൾ അവര് പറയും എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല. അപ്പം ഞാനിതിൽ 90% എന്റെ കുറ്റം തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് കേൾക്കുന്ന പാരന്റ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ടീച്ചറിൽ നിന്നോ ഈ പറയുന്ന ആരിൽ നിന്നാണെങ്കിലും മെന്റൽ ടോർച്ചർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറയാം. ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അത് തന്നെയായിരുന്നു. കാരണം വളരെ നോർമൽ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു ടീച്ചർ എന്നെ 2ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ എന്നെ ടോർച്ചർ ചെയ്തതിന് കൈയും കണക്കുമില്ല. എനിക്കിപ്പോ 26 വയസ്സായി. ഞാൻ ഇന്നും ആ ഒരു ഇൻസിഡന്റ് ഓർത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ടീച്ചർമാർ മാറി വന്നിട്ടുണ്ട്. പല ടീച്ചർമാർ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും എന്റെ മൈൻഡില്ല. പക്ഷെ ഈ സ്ത്രീയെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം സാറിനറിയാവും, വളരെ തെറ്റായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ സ്ത്രീ എന്നെ ഒന്ന് ആലോചിച്ചോണം. 2ാം ക്ലാസ് പറയുമ്പോൾ എന്റെ പ്രായം എത്ര എന്ന് ആലോചിച്ച് നോക്കണം. എന്നെ ദ്രോഹിച്ചതിനും കൈയും കണക്കുമില്ല. പരീക്ഷ അവരെന്നോട് പല്ല് കടിക്കാതെ സംസാരിക്കത്തില്ലായിരുന്നു ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. കാരണം അവര് ഒരു എബ്രോഡിലോ മറ്റോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് തോന്നുന്നു അവർ ആദ്യത്തെ ബാച്ച്. അവര് ഇങ്ങനെ നമ്മൾ കൊച്ചു പിള്ളേർ ഡൗട്ട് ചോദിക്കുമ്പോൾ ഇവര് ക്യാന്നാ തിരിച്ചു പറയുന്നത്. അപ്പം നമ്മളൊന്നും ആ സമയത്ത് ഹിന്ദി ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. അപ്പം ഇവരിങ്ങനെ സംസാരിക്കുമ്പം എന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ഇവരെന്ത് ഇങ്ങനെ സംസാരിക്കും. പിള്ളേർക്കൊരു കൗതുകമാണ്.
അപ്പൊ പിറ്റേ ദിവസം ഇതേ സുഹൃത്ത് തന്നെ ചെന്ന് അവരുടെ അടുത്ത് വിളമ്പി കൊടുത്തു. ഞാനാ പറഞ്ഞു, ഞാൻ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, ഭയങ്കര ആരോടും അങ്ങനെ സംസാരിക്കോ, ഞാൻ തറ നോക്കി നടക്കുന്ന ഒരാള്. അപ്പൊ എല്ലാവരും ചോദിക്കും, പറയും സംസാരിക്കാത്ത കൊച്ചാണോ എന്നിങ്ങനെ. അങ്ങനെ ആയിരുന്നു എന്റെ ഒരു ഐഡന്റിറ്റി പോലും. ഇതിന്റെ പേരില് അന്ന് തൊട്ട് ഈ സ്ത്രീക്ക് എന്നോട് തുടങ്ങിയ വൈരാഗ്യത്തിനും കൈയും കണക്കുമില്ല. ഞാൻ എഴുതിക്കൊണ്ടുവന്ന പേപ്പർ ചുരുട്ടി കളയാ, ടെസ്റ്റ് പേപ്പറിൽ ഇടുമ്പം 2ാം ക്ലാസ് ആണെന്ന് ഓർത്തു നോക്കണം, ഒരു 7 അല്ല 2ാം ക്ലാസ് തൊട്ട് തുടങ്ങിയൊരിതാണ്. ഒരു ദിവസം ഇതുപോലെ കോറിഡോറിൽ വന്നു കഴിഞ്ഞാൽ പല്ല് കടിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള ബോഡി ഷെയ്മിങ്, ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് വെച്ച് ഇതേപോലെ ഒരു ചോക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ചോക്ക് എടുത്തിട്ട് തിരിഞ്ഞപ്പം ഈ സ്ത്രീ ആ ക്ലാസ്സിലുള്ള അത്രയും പിള്ളേരും വെച്ച് പറയാം, താൻ എന്തോടെ മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചു. നമ്മൾ ടീച്ചറെ, ഞാൻ ആക്ഷൻ കാണിക്കാൻ ടീച്ചർ കണ്ടോ? ടീച്ചർ കണ്ടെങ്കിൽ ടീച്ചർ പ്രിൻസിപ്പളോട് പറയും, ഈ സ്കൂളിൽ എല്ലാവർക്കും എന്നെ അറിയാം, എന്നെ പറ്റി ടീച്ചറിനെ ഒഴിച്ച് ബാക്കി ഒരു ടീച്ചേഴ്സിനും ഒരു കംപ്ലൈന്റും കാണത്തില്ല. ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്റെ പേരൻസ് പറയും, ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇതുപോലുള്ള ദൈവത്തെ നിങ്ങളുടെ പാരന്റ്സിനോട് പറയാം. പിന്നെ എന്നെ പോലെ ഈ വന്നിട്ട് ഇത്രയും നാൾ നടന്നു, ഇപ്പോഴും ഇത്രയും നാൾക്കിടയിൽ ഞാൻ ഇത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ട്രോമ അത്രയും വലുതാണ്. ശരി, ഇങ്ങനെ പലപ്പോഴും അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന് അത് ജീവിതത്തിൽ വലിയ ഡ്രോമയായി മാറുകയും പിന്നീട് അവരുടെ ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ ബാധിക്കുന്ന അവസ്ഥ പല കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. തങ്ങളൊരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവാനൊക്കെ ഇത്തരം അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അവർ ജീവിതത്തിൽ പിന്നീട് വലിയ നിലയിലെത്തിയാൽ പോലും ആ ചെറുപ്രായത്തിലുണ്ടായ അവരുടെ മാനസിക ആഘാതം, അതിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ് ഉള്ള പല ആളുകളെയും നമുക്ക് നേരിട്ടടക്കം അറിയാം. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. ഇതിനെയൊക്കെ വെറുതെ വിട്ടുകളയുക, പോട്ടെ എന്ന് പറയുകയല്ല, ഇതിനെതിരെ തീവ്രമായി തന്നെ പ്രതികരിക്കുക തന്നെയാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ. ശ്രീമതി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, താങ്കൾക്ക് പറയാം. സാറേ, ഈ അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുക എന്നൊരു പേപ്പർ ഉണ്ട് അങ്ങ് പഠിക്കാനായിട്ട്. അപ്പൊ എനിക്കറിയില്ല എന്ത് മനോനിലയാണ് ഈ മനുഷ്യനെന്നുള്ളത്. ഒരു കുഞ്ഞിനെ മനസ്സിലാക്കാതെ അവന്റെ ജാതി, അവന്റെ കുലം, അവന്റെ ഗോത്രം ഇതൊക്കെ തേടിപ്പോണ ഇവനെയൊക്കെ അധ്യാപകൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒരു മാന്യതയുള്ള വാക്കാണ് സാർ അധ്യാപകൻ എന്ന് പറയുന്നത്. ശ്രീജ, ചിലർക്ക് ഈ ജാതി വെറി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല. അവർ സ്വയം ചിന്തിക്കും, ഞങ്ങളുടെ ജാതി എന്തോ മഹത്തായ ജാതിയാണ്, മറ്റ് ജാതികളൊക്കെ ഞങ്ങളെക്കാൾ എന്തോ താഴ്ന്ന ജാതിക്കാരാണ് എന്ന് അവരങ്ങ് സ്വയം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ, വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ആളുകളടക്കം അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ശരിയാണ് സാർ. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അതായത് കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന് ഈ പിള്ളേരുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു പതിവ് ഇതിൽ 90% പേർക്കും ഉണ്ട് സാർ. ഇതില്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങ്. കാരണം വീട്ടിലെ ഇഷ്യൂസ് ഇവനൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇവന്റെ കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അവിടെ വെച്ചിട്ട് അല്ലാതെ സാർ നിന്റെ ഇന്ന് പല കുട്ടികളും സംസാരിക്കുന്നപ്പോഴത്തേക്കും പിന്നെ ഒരു അഭിമാനം തോന്നിയതാണ് സാർ. ഇന്നലെ വരെ പ്രതികരിക്കാതിരുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പ്രതികരിച്ചു. അപ്പൊ അത് തന്നെ നമുക്ക് വളരെയധികം, അല്ലെ ഇന്നലെയൊക്കെ നമുക്ക് ആകെ ഒരു ആദ്യമായിരുന്നു. കാരണം ഈ കുട്ടികൾ മൊഴി കൊടുക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ. പക്ഷെ ഇന്നെന്തായാലും നമുക്കൊരു മനസ്സിനൊരു സമാധാനം തോന്നുന്നു സാർ. കാരണം ആ കുഞ്ഞുങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴേ. ഇത് മാത്രമല്ല സാറ്, ഈ നിരന്തരം പരാതി കൊടുത്തിട്ടും ഈ പ്രിൻസിപ്പാൾ ആണെങ്കിൽ വെറും താക്കീതും കൊടുത്തു, സസ്പെൻഷനിൽ ഒതുക്കി ഇവനെ. അപ്പൊ അതിന്റെ ഒരു ഇരയായിട്ടാണ് ഈ പാവപ്പെട്ട ആ ഒരു കുഞ്ഞ് സാർ 2 വർഷം കഠിനാധ്വാനം ചെയ്ത് ഒരു കുഞ്ഞ് അഡ്മിഷൻ നേടണമെങ്കിൽ സാറേ, എനിക്ക് ആ പ്രായത്തിലുള്ള എന്റെ മൂത്ത മോൻ ആ പ്രായമുള്ള കുഞ്ഞാണങ്ങ്. അപ്പൊ അവൻ ഇതുപോലെ തന്നെ 1 വർഷം ഡ്രോപ്പ് എടുത്ത് ഇരുന്ന് പഠിച്ചിട്ട് ഒരു കോച്ചിങ് സെന്ററിലും പോകാതെ പഠിച്ചിട്ടാണ് അഡ്മിഷൻ എടുത്തത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഉറക്കോളച്ചിരുന്ന ആ കൊച്ചു പഠിച്ചതിന്റെ ആ ബുദ്ധിമുട്ടും അവന്റെ അധ്വാനവും ഉണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു കുഞ്ഞിന്റെ ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോഴത്തേക്കും പിന്നെ ആ കുട്ടിയുടെ ജീവിത സാഹചര്യം തന്നെ, അച്ഛനൊരു കൂലി ജോലി ചെയ്യുന്ന ആൾ, അമ്മ ഒരു തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന, അത്രത്തോളം വലിയ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അത് എത്രത്തോളം മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ആ കുട്ടിയുടെ അധ്വാനം അതിനേക്കാളും വലുതാണ്. ആ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ആ കുട്ടി പഠിച്ച് അവിടെ BDS അഡ്മിഷൻ വാങ്ങിയത്. നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്ത വിഷമം സാർ. അത്രയും മനസ്സിന് ധൈര്യമുള്ളൊരു കുഞ്ഞ് ഇത് ചെയ്യുമോ എന്നാണ് സാർ സത്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ആ കുഞ്ഞ് സൂയിസൈഡ് ചെയ്തതാണോ അല്ലെ മറ്റെന്തെങ്കിലും ആ കൊച്ചിന് സംഭവിച്ചതാണോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുവാണ് അങ്ങ് സാർ. ഇത് നമ്മളിപ്പോ ഒരാഴ്ചയോ അല്ലെങ്കിൽ 1.5 ആഴ്ചയോ കൊണ്ട്
വാലിഡായ പോയിന്റാണ് ശ്രീജയുടേത്. ശ്രീനാഥാണ് കൊല്ലത്ത് നിന്നും. ശ്രീനാഥിന് എന്ത് തോന്നുന്നു, ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിലരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ജാതി വെറിയും നിറത്തിൻ്റെ പേരിലുള്ള ആക്ഷേപവും അധ്യാപകർ ഒരുമാതിരി ഗുണ്ടകളെ പോലെ മാനേജ്മെൻറ്റും ഒക്കെ പെരുമാറുന്ന കോളേജുകൾ, അച്ചടക്കം എന്ന് പറഞ്ഞ പേരിൽ കുട്ടികളെ അടിച്ചമർത്തി നിർത്തുന്ന കോളേജുകൾ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ശ്രീനാഥിൻ്റെ ടെലിഫോണും തടസ്സമുണ്ട് തോന്നുന്നു. ശ്രീ ശശി, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ വിളിച്ചത് എനിക്ക് പറയാനുള്ള സാറേ, ഇത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഇത് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, ഇത് കോളേജുകളിലും സ്കൂളുകളിൽ മുതലും ഉണ്ട് സാറേ. കൃത്യമായിട്ട് ഉള്ളതാണിത്. ഇത് പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ തോമസ് ആണ് പാലയിൽ നിന്നും. ശ്രീ തോമസ്, ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കി എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിൽ പോലും സാധാരണ ഈ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ, അത് ഒരു കൗമാരം ഒക്കെ കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടക്കുന്ന ആളുകളൊക്കെ പഠിക്കുന്ന ക്യാമ്പസുകളിലാണ് അനീതി കണ്ടാൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത്. സ്വന്തമായിട്ടൊരു അനീതി കാണുമ്പോഴല്ല, കൂടെ നിൽക്കുന്നവൻ അനീതി നേരിട്ടാൽ പോലും പ്രതികരിക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിലെ കുട്ടികളാണ് പ്രതികരിക്കാതെ നിൽക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അവസാനം ഗതികെട്ട് അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളൊക്കെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ട് ഇത്ര കാലം എന്തിനിരുന്നു എന്ന് പോലും ചോദിക്കാൻ തോന്നിപ്പോകുന്നു. അത്ര ഒരു അവസ്ഥയിലാണോ നമ്മുടെ പല ക്യാമ്പസുകളും? എനിക്ക് അച്ഛനമ്മമാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങള് കൃഷ്ണപ്രിയയുടെ അച്ഛനാകൂ. നിങ്ങളല്ലാണ്ട് ഒരു കാരണവശാലും നിയമപരമായി പോയിട്ട് ഈ സർക്കാർ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരില്ല. നിങ്ങൾ കൃഷ്ണപ്രിയയുടെ അച്ഛനാവൂ, കൊന്നുകളയൂ, നേരിട്ട് പോയി കൊന്നുകളയൂ. ഒരു കാരണവശാലും നിയമം നിങ്ങളെ രക്ഷിക്കില്ല. അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക. ഞങ്ങൾ SFI ഒക്കെ ഉള്ള കാലത്താണ്, ഞങ്ങൾ അവിടെ രാഷ്ട്രീയമുള്ള കാലത്താണ്, ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങളൊരു 3 ദിവസം അവന് വെള്ളം പോലും കൊടുക്കാതെ അവനെ കൊന്നേനെ. ഞങ്ങളുടെ ഏരിയല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഇവരത് കളഞ്ഞില്ലേ ഈ അധ്യാപകർ? ഞങ്ങളുടെ ഒരു ഏരിയ നഷ്ടപ്പെട്ടു. ഞങ്ങളാണ് അവന് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, വസ്ത്രം ധരിപ്പിക്കാതെ അവനെ ആക്ഷേപിച്ചു കൊന്നേനെ. കൃഷ്ണപ്രിയയുടെ അച്ഛനാവൂ, കൃഷ്ണപ്രിയയുടെ അച്ഛനാവൂ നിങ്ങൾ. മാതാപിതാക്കളോട് ശ്രീ തോമസ്, അതൊരു ശരിയായ ഒരു ആഹ്വാനമല്ല. ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് എന്തായാലും അത് നമ്മളുടെ സമൂഹത്തിന് യോജിക്കുന്ന ഒന്നല്ല. അങ്ങനെ അല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നതുകൂടി ഓർക്കുക. വൈകാരികമായ ഒരാൾ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിപ്പോ ആദ്യമായിട്ടുള്ള കേസൊന്നുമല്ലല്ലോ. സിദ്ധാർത്ഥന്റെ കൊലക്കേസിനെ പറ്റി എന്തായി? ഇതേപോലൊരു അനുഭവം വന്നിട്ടുള്ളതല്ലേ? നമ്മുടെ സർക്കാരിന് ഇതിന് വല്ല അനുഭൂതി ഉണ്ടോ? അത് ആ സിദ്ധാർത്ഥന്റെ കേസ് അതങ്ങനെ തേച്ചു മാറ്റി അത് കളഞ്ഞു. ഇതിപ്പോ എത്രാമത്തെ ആൾക്കാർ കൊല്ലുന്നത് ഒരു ക്യാമ്പസിലൊക്കെ? അതിനെ പറ്റി നിയമവിധമായിട്ടുള്ള നേരിടാൻ സർക്കാരിന് ചങ്കൂറ്റില്ലാണ്ട്, അതുകൊണ്ടാണ് നട്ടലില്ലാണ്ട്, മുഖ്യമന്ത്രിക്ക് നട്ടലില്ലാത്ത കാരണം ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാ സൈറ്റിൽ പോകണത്. ഒരു സംഭവം നടന്നാൽ പിന്നെ ഒരു 5 ദിവസം ഈ വലിയ അന്വേഷണം, പിന്നെ ഒന്നുമില്ല. ഈ ക്യാമ്പസിലത്തെ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതും ഇനിയും ഒരു കൃഷ്ണപ്രിയയും ഒരു സിദ്ധാർത്ഥനും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് ഈ കുട്ടികൾ എത്രയോ കാലമായി പീഡനം അനുഭവിക്കുകയായിരുന്നു. കുട്ടികളെ, വണ്ണമുള്ള കുട്ടികളെ അതിൻ്റെ പേരിൽ, മെലിഞ്ഞ കുട്ടികളെ അതിൻ്റെ പേരിൽ, കറുത്ത കുട്ടികളെ അതിൻ്റെ പേരിൽ, അങ്ങനെ ഓരോ കുട്ടികൾ ജാതീയമായി ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ജാതിയിലുള്ളവരാണെങ്കിൽ ജാതിയുടെ പേരിൽ, അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിലൊക്കെ നിരന്തരം അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ കുട്ടികൾ ഈ അധ്യാപകനിൽ നിന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. നമസ്കാരം സാർ. എനിക്ക് പറയാനുള്ളത് സാറേ, ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന നാട് നമ്മുടെ കേരളത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ കാലന്മാരുടെ നാടായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യങ്ങളിൽ ഏറ്റവും ഞാനൊരു അനുഭവസ്ഥനാണിത്. ഞാനൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്കിപ്പോൾ 60 വയസ്സുള്ള ആളാണ്. ഞാൻ 1 തൊട്ട് 8 വരെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നായർ സമുദായത്തിൽ പഠിപ്പിക്കുന്ന സാറുമാരുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നെ ക്രൂരമായിട്ട് ഈ നായർ സമുദായത്തെ ആൾക്കാർ പീഡിപ്പിക്കുന്നു. പക്ഷെ അന്ന് ഞാൻ ധൈര്യത്തോടെ നിന്നു. ആരോടും എന്നും തിരിച്ചാതെ ഞാൻ ധൈര്യത്തോടെ നിന്ന്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പിന്നെ ഞാൻ കൂലിവേല എടുത്ത് പണിയെടുത്ത് ജീവിക്കാൻ പഠിച്ചു. പണിയെടുത്ത് ജീവിക്കുന്നു. ഇപ്പോഴും എന്റെ മക്കളെ പഠിപ്പിച്ചു.
എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ ഒന്ന് ജാതി വിവേചനം ഉണ്ടോ എന്ന് പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കളുടെ മേലെ തീർച്ചയായിട്ടും ജാതി വിവേചനം ഉണ്ട്. തീർച്ചയായിട്ടും നിയമപരമായ നടപടികളിൽ പോകാൻ വേണ്ടി തന്നെയാണ് നിന്നത്. ഇത്തരം നടപടികൾ വരുമ്പോൾ ഈ അച്ഛനമ്മമാർ കാത്തു നിൽക്കേണ്ടത് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നിയമ നടപടിയോട് പോകണം. ഈ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അല്ലെ കോളേജുകളിൽ പോയി അന്വേഷിക്കണം എന്താണ് നടക്കുന്നത്, എന്താണ് വേണ്ടത്. ഇതൊക്കെ അധികാരി വർഗങ്ങളുടെ നോട്ടയില്ലായ്മയും കാര്യക്ഷമതയും കുറവാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും നമുക്കറിയാം വിഷ്ണുപ്രഭോയി തൊട്ട് സിദ്ധാർത്ഥം വരെയുള്ള കൊലപാതകങ്ങൾ വന്നപ്പോൾ സർക്കാർ ഇനി അല്ല ജനങ്ങളോടും പറഞ്ഞു ഇനി ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഉണ്ടായില്ല സാറേ. ഇതൊക്കെ എന്തൊരു ദുഃഖകരമാണ് സാറേ. ഇത്തരമാണോ നമ്മുടെ കേരളം? പിന്നെ ഞാൻ ഒരിക്കലും കേരളത്തെ അധികാരികൾ കുറ്റം പറയില്ല. ജാതീയ സംഘടന ആരാണ് എന്താണ് ചെയ്തത്? ഏറ്റവും വലിയ ജാതി സംഘടന KPMS ആണ്. KPMS പുന്നര സുകുമാർ ഇതിനെ അപലപിച്ചിട്ടുണ്ടോ? ഏതൊരു ജാതി സംഘടന ഒരു സംഘടനയുടെ അപലപിച്ചിട്ടുണ്ടോ? എന്താ അപലപിക്കാത്ത? ഇവരൊക്കെ എപ്പോഴും അധികാരികൾ ഊച്ചിപിടിച്ച് നടക്കുന്ന ഒരു വർഗത്തിനായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ ഒരിക്കലും കഴിഞ്ഞ ദിവസം നമുക്ക് എസ് സി പ്രൊമോട്ടർ പിന്നെ അവരുടെ അധികാരവർഗത്തിന് കഴിഞ്ഞ ദിവസം കണ്ണുവിടാന്ന് എനിക്ക് തോന്നുന്നത് മാറ്റി നിർത്തി. അവരെ പറഞ്ഞു ചെയ്തില്ല. ഇത്തരം കാര്യങ്ങൾ വന്ന് ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും തന്റെ ഇടത്തും ആർജവത്തോടും കൂടി പെരുമാറുന്ന രീതിയിലേക്ക് വേണം നമുക്ക് പോകാൻ എൻ്റെ അഭിപ്രായം. സമൂഹം ശരി, ശ്രീ തങ്കച്ചൻ, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം പറയാണ്. ആ കുട്ടിയുടെ മരണത്തിൽ ആർക്കെല്ലാം പങ്കുണ്ടോ അവരെല്ലാം വധശിക്ഷക്ക് വിധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടിനെ നമ്മള് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഓലെ ജാതി മതം നോക്കാം. ഓലെ ചേർക്കുമ്പോ ഇതെന്തല്ലേ. പിന്നെ എന്നിട്ട് ആ കുട്ടിനെ കളിയാക്കുക. ആ കുട്ടിനെ എല്ലാവരും പാടെ കൂടിയിട്ട് ഓലെ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം കുട്ടി എഴുതി വെച്ചിട്ടുള്ളോ? പിന്നെ എന്നിട്ട് ഇത്തരം അധ്യാപകരെ വെച്ചേക്കാൻ പാടുണ്ടോ? അയച്ചകളൊക്കെ എപ്പോഴോ പിരിച്ചുവിട്ടിട്ട് മാത്രമല്ല അത്തരം വധശിക്ഷയ്ക്ക് വിധിക്കണം. കേസെടുത്തിട്ട് അവരൊന്നും വേണ്ട ഈ രാജ്യത്ത്. ഇവിടെ ജാതി സമ്പ്രദായം വേണ്ട. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരേ അഭിപ്രായം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉയർന്നത് എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സമൂഹം ഇപ്പോഴും പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും നീതിബോധം കാത്തു സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ മഹാഭൂരിപക്ഷം എന്നതിൻ്റെ ഒരു തെളിവായി കൂടി നമ്മൾ അതിനെ കാണുകയാണ്. ഇത്തരം അധ്യാപകർ ചില ക്യാമ്പസുകളിലെങ്കിലും ഉണ്ട്. ക്യാമ്പസുകളിൽ ഒരു കാലത്ത് വിദ്യാർത്ഥി സംഘടനകൾ സജീവമായി നിന്ന കാലത്ത് അനീതി കണ്ടാൽ ആ തരത്തിൽ പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ പുതിയ കാലത്ത് കുട്ടികൾക്ക് ഇന്റേണൽ മാർക്കിൻ്റെയും അധ്യാപകരുടെ ഈ ഓവർ നിയന്ത്രണത്തിൻ്റെയും അവർക്ക് പരീക്ഷയിലും പരീക്ഷാ നടത്തിപ്പിലുമൊക്കെയുള്ള അമിതമായ അധികാരത്തിൻ്റെയും ഒക്കെ പേരിൽ അവർക്ക് പലപ്പോഴും മിണ്ടാതിരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ മിണ്ടാതിരിക്കേണ്ടി വരുന്ന ഒരു തലമുറ വന്നയാൾ നാളെ അനീതിക്ക് നേരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടവരാണ് അവർ എന്ന ബോധത്തിലേക്ക് അവർ ഇപ്പോൾ ഇങ്ങനെ ഒരു കൊടിയ അനീതി ഉണ്ടായപ്പോൾ അവരിൽ ചിലരെങ്കിലും തിരിച്ചു വരുന്നു. കുറേ കുട്ടികളെങ്കിലും പുറത്തു വന്ന് പറയാൻ തയ്യാറാകുന്നു ഞങ്ങളുടെ കോളേജിൽ ഇത്തരം അനീതി നടക്കുന്നുണ്ട് എന്നുള്ളത്. ആ ധൈര്യമുള്ള ഒരു തലമുറ ഉണ്ടാവണം. ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം തെറ്റ് ചെയ്യുന്ന അവരെ, ഇത്തരം ജാതി വെറിയന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ വിചാരണ ചെയ്യുവാനും അവരെ ജയിലിലടയ്ക്കുവാനും കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൂടി മാറണം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.